എവിടെ കിടന്നാ കിട്ടിയേ? പിന്നെ അതെ അതെ, നിങ്ങളെ അറിയാൻ മേലാത്തവരാരോ ഉള്ളേ? അത് കാണിച്ചതിന്റെ അകത്ത് എന്നൊക്കെയാണ്. 1100 രൂപയുണ്ട്. പിന്നെ ലേഡീസ് പേഴ്സ് അല്ലേ? അയ്യോ, ഒരുപാട് കാർഡ് ഉണ്ടല്ലോ അല്ലേ ഇതിന്റെ അകത്തൊന്നും. മോളെ മോളെ നീ വാ, ഇങ്ങോട്ടൊന്നും പോണ്ട. റേഷൻ കാർഡാണ്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ് 2 3 ആണ്. ലിജി ജെയിൻ അല്ലേ? അവരുടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് കാരാപ്പുഴ കോട്ടയം വെസ്റ്റ്. 5 6 7 8 ഇത്രയും കാർഡ് ഉണ്ടല്ലേ? പൈസ 1100 വേണ്ടേ? 2100 രൂപ. പിന്നെ 2 മുട്ടായി. നമുക്കൊന്നും വേണ്ടല്ലോ. അതെ അതെ, അപ്പൊ അവര് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. പൈസയുടെ പോട്ടെ. ഏത് ഭാഗത്തായിട്ട് കിടന്നു? മുരളിയുടെ കടയുടെ ഇപ്പുറത്ത്. മുരളിച്ചന്റെ കടയുടെ എസ്കേമിന്റെ വാതൊക്കെ പുല്ലുണ്ട് അടിങ്ങനെ. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിനകത്ത് പൈസ ഉണ്ട്. ഞാൻ സാധാരണ വഴി കിടക്കുന്ന ഒന്നും എടുക്കാറില്ലാത്ത ആളാണ്. പക്ഷെ എന്നാൽ ഇങ്ങനെ കിടന്നപ്പം പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ അന്ന് തുറന്നു നോക്കാന്നോർത്ത് ആരുടെ ആണെങ്കിലും കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ട. നിങ്ങൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോയോ? അതെ അതെ, ഇന്നൊരു ദിവസം റെസ്റ്റ് കിട്ടുമല്ലേ? നമുക്ക് കൊടുക്കാം. കാരാപ്പുഴ ആൾക്കാരുണ്ട്. കൊടുത്തോളാം. ഞാൻ ഈ അഡ്രസ്സ് നമ്മുടെ കാരാപ്പുഴ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും കേട്ടോ എന്റെ ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ലേ, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളാം കേട്ടോ. ആയിക്കോട്ടെ, ശരി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്നും ഒരു പേഴ്സ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പുതുപ്പള്ളി ഹരിതകർമ്മസേനക്കാർക്കാണ് കിട്ടിയത്. അവർ രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേനും ലിജി എന്ന് പറഞ്ഞ അവരും ഒരു സുഹൃത്തും കൂടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുന്ന സമയത്താണ് അവർക്ക് വഴി കിടന്ന് പേഴ്സ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് പണവും ഒരുപാട് രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ എന്നെ വിളിച്ചു. ഞാൻ അവരൊരിക്കൽ ചെന്നു. അപ്പോൾ അവരെൻ്റെ ഒരു പേഴ്സ് തന്നു. അപ്പോൾ ഞാൻ അതുമായിട്ട് അപ്പോൾ അവരുടെ അഡ്രസ്സ് വന്നിരിക്കുന്നത് കാരാപ്പുഴയാണ് വന്നിരിക്കുന്നത്. ലിജി ജെയിൻ കാരാപ്പുഴ എന്നും പറഞ്ഞാണ് ID കാർഡിൽ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കോട്ടയത്ത് കാരാപ്പുഴ തന്നെയുള്ള സജേഷ് മണല എന്നും പറഞ്ഞ്, അദ്ദേഹം ഈ പ്രഭാഷകനാണ്. അപ്പോഴത്തേന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അന്നേരം തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ ശാഖാംഗമാണ്. അപ്പോൾ അവരുടെ അമ്മ മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കി അവരെനിക്ക് തോന്നുന്നു താമസിക്കുന്ന പുതുപ്പള്ളിലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ അവരുടനെ എന്നെ വിളിക്കുകയും ചെയ്ത്. അപ്പോൾ അവർ ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ വരികയാണ് പേഴ്സ് മേടിക്കാൻ വേണ്ടി. ബാക്കിയാണ് നിങ്ങളാണ് ഇപ്പൊ താഴോട്ട് പോയേ? ശരി. എന്നാ ഇതൊന്ന് നോക്കൂ. ഇത് തന്നെ സെയിം ഇതിൻ്റെ അകത്തുണ്ടല്ലോ. നോക്കിക്കോ, പേഴ്സ് നോക്കിക്കോ. അല്ല നോക്കി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കിത്തേ. ഈ കുന്നപ്പറമ്പിൽ എവിടെയാണ് താമസിക്കുന്നത്? SKM-ന്റെ. അവിടെ ഒത്തിരി നാളായി താമസം തുടങ്ങിയിട്ട്? ശരി. മോളാണോ? എവിടെ പഠിക്കുന്നത്? പൈസയും അതല്ലേ, പൈസയും നോക്കിയോ? 2100 രൂപ. അവരതേപടി തന്നത് അതേപടി. ഞാൻ അവരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ എടുത്തായിരുന്നു, വീഡിയോ എടുത്തത്. കുഴപ്പമില്ല, ആയിക്കോട്ടെ. ശരി. അവരെ ഒന്ന് വിളിച്ചേക്കാവോ? മറ്റേ അവരുടെ നമ്പർ ഞാൻ തരാം. ഹരിതകർമ്മസേനയിലെ ഒന്ന് വിളിച്ചേക്കാം. അപ്പം ചേട്ടൻ്റെ നമ്പർ വന്നപ്പോൾ ഞാനങ്ങനെ വിളിച്ച് തന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കിപ്പം തന്നു പേഴ്സ്, അതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. താങ്ക്സ് ചേട്ടാ, ഞാനൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ വൈകുന്നേരം. ശരിയെന്നാ, ആയിക്കോട്ടെ. കാരാപ്പുഴയിലെ ഹസന്റെ വീടാണോ? അവിടെ അമ്മ മാത്രമുള്ള ഉണ്ടല്ലേ?